നമസ്സർവേഭ്യഃ. സ്വരാജ് സംസ്കൃതം എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഭഗവത്ഗീത 2-ാം അധ്യായത്തിലെ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ ആത്മാവിന്റെ അനശ്വരതയെക്കുറിച്ചുള്ള ആഴമേറിയ ജ്ഞാനമാണ് ഭഗവാൻ കൃഷ്ണൻ അർജുനന് നൽകിയത്. എന്നാൽ കേവലം തത്വചിന്തകൾ കൊണ്ട് മാത്രം അർജുനന്റെ മനസ്സ് ശാന്തമായില്ല. അതുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ തന്റെ കടമകളിൽ നിന്ന് പിന്തിരിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന സാമൂഹികമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഭഗവാൻ ഇപ്പോൾ സംസാരിക്കുകയാണ്. നമ്മുടെ അന്തസ്സ്, ലോകം നമ്മളെ നോക്കിക്കാണുന്ന രീതി, പരാജയ ഭീതിയെ എങ്ങനെ മറികടക്കണം എന്നിങ്ങനെ വളരെ പ്രായോഗികമായ കാര്യങ്ങളാണ് 34 മുതൽ 38 വരെയുള്ള ശ്ലോകങ്ങളിൽ ഉള്ളത്. ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിലും ഏറെ പ്രാധാന്യമുള്ള ഈ 5 ശ്ലോകങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അകീർത്തിം ചാപി ഭൂതാനി കഥയിഷ്യന്തി തേ വ്യയാം സംഭാവിതസ്യ ചാകീർത്തിഃ മരണാദതിരിച്യതേ. അകീർത്തിം ചാപി ഭൂതാനി കഥയിഷ്യന്തി തേ വ്യയാം സംഭാവിതസ്യ ചാകീർത്തിഃ മരണാദതിരിച്യതേ. വരികളുടെ അർത്ഥം നോക്കാം. അകീർത്തിം ചാപി ഭൂതാനി കഥയിഷ്യന്തി തേ വ്യയാം ഭൂതാനി ച അപി തേ അവ്യയാം അകീർത്തിം കഥയിഷ്യന്തി. ഭൂതാനി സകല ജീവജാലങ്ങളും, അതായത് ഈ ലോക, തേ നിന്റെ, അവ്യയാം ശാശ്വതമായ, അതായത് എന്നും നിലനിൽക്കുന്ന, അകീർത്തിം അപകീർത്തിയെ, കഥയിഷ്യന്തി സംസാരിക്കും, പറഞ്ഞു നടക്കും. സംഭാവിതസ്യ ച കീർത്തിഃ മരണാദതിരിച്യതേ. സംഭാവിതസ്യ ച അകീർത്തിഃ മരണാത് അതിരിച്യതേ. സംഭാവിതസ്യ ആദരണീയനായ ഒരാൾക്ക്, അകീർത്തിഃ അപമാനം, മരണാത് മരണത്തേക്കാൾ, അതിരിച്യതേ കഷ്ടതരമാകുന്നു. ഹേ അർജുന, ലോകർ നിന്റെ നിലനിൽക്കുന്ന അപകീർത്തിയെക്കുറിച്ച് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും. ബഹുമാന്യനായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അപമാനം എന്നത് മരണത്തേക്കാൾ കഷ്ടതരമാണ്. ഭയാദ്രണാദുപരതം മംസ്യന്തെ ത്വാം മഹാരഥാഃ യേഷാം ച ത്വം ബഹുമതഃ ഭൂത്വാ യാസ്യസി ലാഘവം. ഭയാദ്രണാദുപരതം മംസ്യന്തെ ത്വാം മഹാരഥാഃ യേഷാം ച ത്വം ബഹുമതഃ ഭൂത്വാ യാസ്യസി ലാഘവം. ഭയാത് രണാദുപരതം മംസ്യന്തെ ത്വാം മഹാരഥാഃ. മഹാരഥാഃ ത്വാം ഭയാത് രണാത് ഉപരതം മംസ്യന്തെ. മഹാരഥാഃ മഹാരഥന്മാർ, ത്വാം നിന്നെ, ഭയാത് പേടി കാരണം, രണാത് യുദ്ധത്തിൽ നിന്ന്, ഉപരതം പിന്മാറിയവൻ, മംസ്യന്തെ കരുതും, വിചാരിക്കും. യേഷാഞ്ചത്വം ബഹുമതോ ഭൂത്വാ യാസ്യസി ലാഘവം. യേഷാഞ്ചത്വം ബഹുമതഃ ഭൂത്വാ ലാഘവം യാസ്യസി. യേഷാം ആർക്കാണോ, ത്വം നീ, ബഹുമതഃ വലിയ ബഹുമാനമുള്ളവൻ, ഭൂത്വാ ആയിരുന്നിട്ട്, ലാഘവം നിസ്സാരത, പുച്ഛം, യാസ്യസി നീ ചെന്നു ചേരും. അല്ലയോ അർജുന, നീ ഭീരുവായതുകൊണ്ടാണ് യുദ്ധക്കളം ഉപേക്ഷിച്ചു പോയതെന്ന് ശത്രുപക്ഷത്തെ മഹാരഥന്മാർ കരുതും. നിന്നെ വലിയ വീരനായി ബഹുമാനിച്ചിരുന്നവരുടെ കണ്ണിൽ നീ വെറുമൊരു നിസ്സാരനായി തീരും. അവാച്യവാദാംശ്ച ബഹൂൻ വദിഷ്യന്തി തവാഹിതാഃ നിന്ദന്തസ്തവ സാമർത്ഥ്യം തതോ ദുഃഖതരന്നു കിം. അവാച്യവാദാംശ്ച ബഹൂൻ വദിഷ്യന്തി തവാഹിതാഃ നിന്ദന്തസ്തവ
तव सामर्थ्यं ततो दुःखतरन्नु किम् अवाच्यवादांश्च बहून् वदिष्यन्ति तवाहिताः निन्दन्तस्तव सामर्थ्यं ततो दुःखतरं नु किम् तव अहिताः तव सामर्थ्यं निन्दन्तः च बहून् अवाच्यवादान् वदिष्यन्ति ततः ദുഃഖതരം नु किम् തവ നിന്റെ അഹിതാഹ ശത്രുക്കൾ സാമർത്ഥ്യം കഴിവിനെ അതായത് നിന്റെ വീര്യത്തെ നിന്ദന്തഹ പരിഹസിച്ചുകൊണ്ട് ബഹൂൻ പലവിധത്തിലുള്ള അവാച്യവാദാൻ പറയാൻ പാടില്ലാത്ത വാക്കുകൾ വദിഷ്യന്തി പറയും തതഹ അതിനേക്കാൾ ദുഃഖതരം കൂടുതൽ ദുഃഖകരമായി നു കിം മറ്റെന്താണ് ഉള്ളത്. നിന്റെ ശത്രുക്കൾ നിന്റെ സാമർത്ഥ്യത്തെ പരിഹസിച്ചുകൊണ്ട് പറയാൻ പാടില്ലാത്ത അനേകം വാക്കുകൾ പറയും. ഒരു വീരനെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ വലിയ ദുഃഖം വേറെ എന്താണുള്ളത്? ഹതോ വാ പ്രാപ്സ്യസി സ്വർഗം ജിത്വാ വാ ഭോക്ഷ്യസേ മഹീം തസ്മാദുത്തിഷ്ഠ കൗന്തേയ യുദ്ധായ കൃതനിശ്ചയഃ. ഹതോ വാ പ്രാപ്സ്യസി സ്വർഗം ജിത്വാ വാ ഭോക്ഷ്യസേ മഹീം തസ്മാദുത്തിഷ്ഠ കൗന്തേയ യുദ്ധായ കൃതനിശ്ചയഃ. ഹതോ വാ പ്രാപ്സ്യസി സ്വർഗം ജിത്വാ വാ ഭോക്ഷ്യസേ മഹീം ത്വം ഹതഃ വാ സ്വർഗം പ്രാപ്സ്യസി ജിത്വാ വാ മഹീം ഭോക്ഷ്യസേ. ഹതഃ കൊല്ലപ്പെട്ടാൽ വാ എങ്കിൽ സ്വർഗം സ്വർഗത്തെ പ്രാപ്സ്യസി നീ പ്രാപിക്കും ജിത്വാ വിജയിച്ചാൽ അല്ലെങ്കിൽ മഹീം ഭൂമിയെ ഭോക്ഷ്യസേ നീ അനുഭവിക്കും. തസ്മാദുത്തിഷ്ഠ കൗന്തേയ യുദ്ധായ കൃതനിശ്ചയഃ. തസ്മാത് അതുകൊണ്ട് കൗന്തേയ കുന്തിപുത്രനായ അർജുന യുദ്ധായ യുദ്ധത്തിനായി കൃതനിശ്ചയഃ ദൃഢനിശ്ചയമെടുത്തവൻ ഉത്തിഷ്ഠ എഴുന്നേൽക്കുക. അർജുന യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാൽ നീ സ്വർഗം പ്രാപിക്കും, വിജയിച്ചാലോ ഭൂമിയിലെ രാജ്യം അനുഭവിക്കാം. അതുകൊണ്ട് ഏതൊരു ഫലമുണ്ടായാലും അത് ഗുണകരമാണെന്ന് തിരിച്ചറിഞ്ഞ് ദൃഢനിശ്ചയത്തോടെ യുദ്ധത്തിനായി എഴുന്നേൽക്കുക. സുഖദുഃഖേ സമേ കൃത്വാ ലാഭാലാഭൗ ജയാജയൗ തതോ യുദ്ധായ യുജ്യസ്വ നൈവം പാപമവാപ്സ്യസി. സുഖദുഃഖേ സമേ കൃത്വാ ലാഭാലാഭൗ ജയാജയൗ തതോ യുദ്ധായ യുജ്യസ്വ നൈവം പാപമവാപ്സ്യസി. സുഖദുഃഖേ സമേ കൃത്വാ ലാഭാലാഭൗ ജയാജയൗ. സുഖദുഃഖേ ലാഭാലാഭൗ ജയാജയൗ സമേ കൃത്വാ. സുഖദുഃഖേ സുഖത്തെയും ദുഃഖത്തെയും ലാഭാലാഭൗ ലാഭത്തെയും നഷ്ടത്തെയും ജയാജയൗ വിജയത്തെയും പരാജയത്തെയും സമേ തുല്യമായി കൃത്വാ കരുതിയിട്ട് തതോ യുദ്ധായ യുജ്യസ്വ നൈവം പാപമവാപ്സ്യസി. തതഃ യുദ്ധായ യുജ്യസ്വ ഏവം പാപം ന അവാപ്സ്യസി. തതഃ അതിനുശേഷം യുദ്ധായ യുദ്ധത്തിനായി യുജ്യസ്വ തയ്യാറെടുക്കുക. ന ഇല്ല ഏവം ഇപ്രകാരം പാപം പാപത്തെ അവാപ്സ്യസി നീ പ്രാപിക്കും. സുഖത്തെയും ദുഃഖത്തെയും ലാഭത്തെയും നഷ്ടത്തെയും വിജയത്തെയും പരാജയത്തെയും ഒരുപോലെ കരുതിക്കൊണ്ട് നീ യുദ്ധത്തിന് തയ്യാറെടുക്കുക. ഇപ്രകാരം നിന്റെ കടമ നിർവഹിച്ചാൽ നിനക്ക് യാതൊരുവിധ പാപവും സംഭവിക്കില്ല. ജീവിതപാഠം: മരണത്തേക്കാൾ ഭയാനകമാണ് ഒരു വ്യക്തിയുടെ അന്തസ്സിനും ആത്മഗൗരവത്തിനും ഏൽക്കുന്ന അപമാനം എന്ന് തിരിച്ചറിഞ്ഞ് സ്വന്തം ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പിന്മാറാതിരിക്കുക.
ലോകം നമ്മളെ ഭീരുവായി മുദ്രകുത്താൻ അവസരം നൽകാതെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ അന്തസ്സോടെയും ആത്മവിശ്വാസത്തോടെയും പൂർത്തിയാക്കുക. കർമ്മം ചെയ്യുമ്പോൾ ലഭിക്കാവുന്ന വിജയത്തിലോ പരാജയത്തിലോ അമിതമായി ആഹ്ലാദിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യാതെ മനസ്സിന്റെ സമനില കാത്തുസൂക്ഷിക്കുക. ഫലേച്ഛയില്ലാതെ കടമകൾ നിർവഹിക്കുന്നത് ജീവിതത്തിലെ പാപപുണ്യങ്ങളുടെ കെട്ടുപാടുകളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുകയും ചെയ്യും. ശ്ലോകം കേൾക്കാം. അകീർത്തിഞ്ചാപി ഭൂതാനി കഥയിഷ്യന്തി തേ വ്യയാം സംഭാവിതസ്യ ചാകീർത്തിഃ മരണാദതിരിച്യത്തെ ഭയാദ്രണാദു പരതം മൻസ്യന്തെ ത്വാം മഹാരഥാഃ യേഷാം ച ത്വം ബഹുമതഃ ഭൂത്വാ യാസ്യസി ലാഘവം. അവാച്യവാദാംശ്ച ബഹൂൻ വദിഷ്യന്തി തവാഹിതാഃ നിന്ദന്തസ്തവ സാമർത്ഥ്യം തതോ ദുഃഖതരന്നു കിം. ഹതോ വാ പ്രാപ്സ്യസി സ്വർഗം ജിത്വാ വാ ഭോക്ഷ്യസേ മഹീം തസ്മാദുത്തിഷ്ഠ കൗന്തേയ യുദ്ധായ കൃതനിശ്ചയഃ. സുഖദുഃഖേ സമേ കൃത്വാ ലാഭാലാഭൗ ജയാജയൗ തതോ യുദ്ധായ യുജ്യസ്വ നൈവം പാപമവാപ്സ്യസി. 34 മുതൽ 38 വരെയുള്ള ഈ 5 ശ്ലോകങ്ങളിലൂടെ വളരെ പ്രായോഗികമായ ഒരു ജീവിത ദർശനമാണ് ഭഗവാൻ കൃഷ്ണൻ നമുക്ക് നൽകുന്നത്. ആദ്യത്തെ 3 ശ്ലോകങ്ങളിൽ നമ്മുടെ കടമകളിൽ നിന്നുള്ള പിന്മാറ്റം എങ്ങനെ സമൂഹത്തിന് മുന്നിൽ നിങ്ങളെ നിസ്സാരരാക്കുമെന്നും അത് നമ്മുടെ അന്തസ്സിനെ എങ്ങനെ ബാധിക്കുമെന്നും ഭഗവാൻ ഓർമ്മിപ്പിച്ചു. 37-ാം ശ്ലോകത്തിൽ കർമ്മം ചെയ്താൽ ലഭിക്കുന്ന വിൻവിൻ സിദ്ധാന്തത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ മഹത്തായ അനുഭവം. ഒടുവിൽ 38-ാം ശ്ലോകത്തിൽ ഭഗവത്ഗീതയിലെ ഏറ്റവും വലിയ പാഠങ്ങളിലൊന്നായ സമത്വം അദ്ദേഹം ഉപദേശിച്ചു. ജയത്തിലും തോൽവിയിലും ലാഭത്തിലും നഷ്ടത്തിലും മനസ്സിനെ പതറാതെ കാത്തു സൂക്ഷിക്കാൻ പഠിച്ചാൽ ഒരു കർമ്മവും നമ്മെ തളർത്തുകയില്ല. സ്വന്തം അന്തസ്സും ഉത്തരവാദിത്തങ്ങളും തിരിച്ചറിഞ്ഞ് ഫലത്തെക്കുറിച്ച് ആകുലപ്പെടാതെ മുന്നേറാനുള്ള ഈ കരുത്ത് നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. അടുത്ത വീഡിയോയിൽ കർമ്മം ചെയ്യുമ്പോൾ നമ്മെ ബന്ധിക്കാത്ത ആ വലിയ രഹസ്യത്തെക്കുറിച്ച്, അതായത് നിഷ്കാമ കർമ്മയോഗത്തെക്കുറിച്ച് ഭഗവാൻ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഗീതാ പഠനത്തിൽ താല്പര്യമുള്ള സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുമല്ലോ. ധന്യവാദ. ഹരേ കൃഷ്ണ.